ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ പ്രൈമറി ബെനിഫിഷ്യറിയെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് കണ്ടിൻജന്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ചെയ്യാവുന്നതാണ്. പ്രൈമറി ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇൻ കേസ് പോളിസി ഹോൾഡറിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഡെത്ത് ബെനിഫിറ്റ് വാങ്ങാനുള്ള ആളാണ് പ്രൈമറി ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഈ പ്രൈമറി ബെനിഫിഷ്യറിക്ക് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള യോഗ്യത ഇല്ലാതാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം വന്നു കഴിഞ്ഞാൽ ഈ ഡെത്ത് ബെനിഫിറ്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് കണ്ടിൻജന്റ് ബെനിഫിഷ്യറിയെ നമ്മൾ വയ്ക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു ഡെത്ത് ബെനിഫിറ്റ് വാങ്ങാനും അത് നല്ല രീതിയിൽ മറ്റു ബെനിഫിഷ്യറീസിന് കറക്റ്റായിട്ട് അത് എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ഒരു അവകാശമാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടിജന്റ് ബെനിഫിഷ്യറി ഉണ്ടെങ്കിൽ ഈ ഡെത്ത് ബെനിഫിറ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുകയും അത് നല്ല രീതിയിൽ വേണ്ടവരുടെ കയ്യിൽ അത് ചെന്നുപെടാനും അത് മാനേജ് ചെയ്യാനുള്ള ഒരു അതോറിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണാൻ വരെ ടേക്ക് കെയർ. ബൈ ബൈ.